ഭൂട്ടാനിൽ കുറേ കൂടെ പുതിയ റൂൾസ് വന്നിരുന്നു കോവിഡിന് ശേഷം. അതായത് ഒരാൾ വിസിറ്റ് ചെയ്യുന്ന ഒരാൾ നിർബന്ധമായിട്ടൊരു ഗൈഡ് വെക്കണം. അത് ഏകദേശം ഒരു 2000 രൂപ. കൂടാതെ ഒരു ടാക്സി ഹയർ ചെയ്യണം, അതൊരു 4000 രൂപ. പിന്നെ STF എന്ന് പറഞ്ഞൊരു ഫണ്ട്, അതൊരു 1200 രൂപ. പിന്നെ അതുകൂടാതെ 3 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാനുള്ളൂ, അതോ അതിന് മേലോട്ടോ. അപ്പോൾ എങ്ങനെയായാലും ഒരു 10000 രൂപ എക്സ്പെൻസ് ഭൂട്ടാനിലുണ്ട്. അപ്പം ഞങ്ങൾ ഡൽഹിയിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു വലിയ കൺഫ്യൂഷനായിരുന്നു. നമ്മൾ കാറ് ഹയർ ചെയ്യാതെ നമ്മുടെ കാറ് കൊണ്ടുപോകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതുകൂടാതെ ഗൈഡും ഡ്രൈവറും 2 പേര് വേണം, അത് ഒരാളാക്കാൻ പറ്റുമോ? ഗൈഡ് തന്നെ ഡ്രൈവർ ആവാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഗൈഡിനും അറിയത്തില്ല ഫോറിൻ വണ്ടി എൻട്രി ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പം ഞങ്ങൾ അവിടുത്തെ പോയി വെഹിക്കിളിൻ്റെ ഓഫീസിൽ പോയി ഓരോ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ പോകും. പക്ഷേ അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ നാട്ടിൽ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സിട്ട് മാത്രമേ അവിടുത്തെ ആളുകൾക്ക് ഭൂട്ടാൻ ഗവൺമെൻറ് ഓഫീസിൽ പോകാൻ പറ്റൂ. അങ്ങനെ വേറൊരു വ്യത്യസ്തമായ റൂള്. ഞങ്ങൾ അതുപോലെ തന്നെ അവരുടെ ഗവൺമെൻറ് ഓഫീസ് ടൂറിസം ഉള്ള ഏരിയകളിലൊക്കെ ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. ആ രീതിയിലെ കടകൾ, പെയിൻറ്റിങ് എല്ലാം ചെയ്യാൻ പാടുള്ള ഒരു യൂണിഫോമിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇവരുടെ ഓഫീസിൽ പോയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇൻഷുറൻസിൽ ജോഗ്രഫിക്കൽ എക്സ്റ്റൻഷൻ ഉണ്ടോ? അത് ഭാഗ്യത്തിന് ഞങ്ങൾ നേരത്തെ ചെയ്തിരുന്നു. കാരണം നമ്മുടെ ഇന്ത്യൻ ഇൻഷുറൻസ് അതിൽ എക്സ്റ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ 7 രാജ്യങ്ങളിൽ വാലിഡാണ്. അതിലൊന്ന് ഭൂട്ടാനാണ്. അത് ഞങ്ങൾക്കുണ്ടായിരുന്നു. കാറിനെ പാസ് ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഭൂട്ടാൻ ആ ഫെഡറേഷനിലുള്ള കൺട്രി അല്ല. അപ്പോൾ ബാക്കി എല്ലാ പേപ്പർ വർക്കും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നീങ്ങി. ആദ്യം പാറോയിൽ പോയി. പാറോയിലും തിംഫുലും ഒക്കെ ഫേമസ് അല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാം. കാര്യം ഭൂട്ടാനിലെ ഭക്ഷണത്തിനെ കുറിച്ച് പറയാം. ഭൂട്ടാനിലെ ആളുകൾ അവർ ഹാപ്പിയസ്റ്റ് കൺട്രി ആയത് അവർ മനുഷ്യർക്ക് മാത്രമല്ല, അവർ അനിമൽസിനെയും പ്ലാന്റ്സിനെയും ഹാപ്പി ആക്കണം എന്ന് വിശ്വസിക്കുന്നത് കാരണം അവരൊരു മൃഗത്തിനെയും കൊല്ലില്ല. പക്ഷെ എന്നാൽ അവരുടെ ഡയറ്റിൽ ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, പോർക്കുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇവർ കൊല്ലില്ല. അപ്പം ഞാൻ നമ്മുടെ ഗൈഡിനോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് നിങ്ങൾ ഒന്നിനെയും കൊല്ലില്ല പക്ഷെ എല്ലാത്തിനെയും കഴിക്കുന്നുണ്ട്? അതിന് ഞങ്ങൾ ഇന്ത്യ ഉണ്ടല്ലോ, ഇന്ത്യ എല്ലാവരെയും ഇങ്ങോട്ട് നമുക്ക് കൊന്നിട്ട് അയച്ചു തരും, ഞങ്ങൾ ആരെയും കൊല്ലില്ല എന്ന് പറഞ്ഞു. അതുപോലെ മിനി സ്തൂപാസ് എന്ന് പറഞ്ഞ് വേറൊരു അത് നല്ല രസകരമായ കാര്യം. നമ്മളിങ്ങനെ ഈ മലയുടെ ഇടയിൽ കൂടെ പോകുമ്പം ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഗുഹകൾ കാണും. ഈ ഗുഹേനകത്ത് ഒരു മുകളിലൊരു ത്രികോണ ഷേപ്പിലും താഴെ ഒരു ചെറിയൊരു ഐസ്ക്രീം കപ്പ് പോലത്തെ കുറേ സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ ചോക്കില്ല എന്നാണ് ഞാൻ വിളിക്കുന്നത്. ചോക്കില്ല എന്താ ഇതെന്ന് ചോദിക്കും. അപ്പം അവൻ പറഞ്ഞു, ഇത് അവരൊരു വിശ്വാസമാണ്. പല കളറുണ്ട്, മഞ്ഞ, വെള്ള. അങ്ങനെ വെള്ള എന്ന് പറയുന്നത് മരിച്ചുപോയവർക്ക് വേണ്ടി അവരുടെ ഭസ്മം വെച്ചിട്ട് അവരുടെ പ്രേയേഴ്സ് ഉള്ളതും, മഞ്ഞ ലിവിങ് ആയിട്ടുള്ള ആളുകൾക്ക്. അങ്ങനെ അതിൽ ഓരോ പ്രേയേഴ്സ് ഉണ്ട്. അതിങ്ങനെ അടുക്കി വെക്കും. പക്ഷെ ശരിക്കും ഈ റോഡിൽ നമുക്ക് നിർത്താൻ പാടില്ല. നിർത്തി ഇത് ആളുകളെ എടുക്കാൻ ഉള്ള ഒരു അവസരം കിട്ടാത്ത സ്ഥലം. വളരെ ഡേഞ്ചറസ് ആയ റോഡാണ്. ഈ നേപ്പാൾ പോലെ തന്നെ ഭൂട്ടാനും ലാൻഡ് സ്ലൈഡ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. അതിലൊരിക്കൽ ഞങ്ങൾ പോയൊരു സ്ഥലത്ത് ഒരു റോഡിൽ ഒരു കല്ലുണ്ടായിരുന്നു. ആ കല്ല് ഞങ്ങളുടെ കാറിനേക്കാളും വലുത്. അത്ര വലിയൊരു ഭീമാകാരമായ കല്ലിന്റെ സൈഡിൽ കൂടെയൊക്കെ ഞങ്ങൾ ഈ പോകുന്നത്. അപ്പം ഈ ചോക്കില പോലും പേടിച്ചിട്ടാണ് പലപ്പോഴും ഇരിക്കുന്നത്. പിന്നെ ഭൂട്ടാനിൽ നമ്മുടെ പുസ്തകത്തിൽ ആവശ്യമുള്ള 2 അവധൂതരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടി. ഒന്ന് ത്രുപ്കാ കുൻലെ എന്ന് പറഞ്ഞിട്ടുള്ളതും മാഡ്മെൻ ഓഫ് ടിബറ്റ് എന്നും മാഡ്മെൻ ഓഫ് ഭൂട്ടാൻ എന്നൊക്കെ പറയപ്പെടുന്നത് നമ്മുടെ സെയിം നാറായൺ ഭ്രാന്തനെ പോലത്തെ തന്നെ വേറൊരു വെറൈറ്റിയിലുള്ള ഒരു അവധൂതൻ. പിന്നെ താങ് തോങ് ഗെൽപോ എന്ന് പറഞ്ഞൊരു അവധൂതൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അന്നൊരു നദി കടക്കാൻ വേണ്ടി അദ്ദേഹം ഒരു വഞ്ചിക്കാരനോട് ചോദിച്ചു, എന്നെ നക്കരയാക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിന്നെപ്പോലത്തെ പ്രാന്തന്മാരെയൊന്നും കൊണ്ടുപോലല്ല എൻ്റെ പണി, നീ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം മെറ്റലർജിയും ഈ കൊല്ലപ്പണിയും പഠിച്ചിട്ട് സ്വന്തമായിട്ടൊരു മെറ്റൽ അലോയ് ഉണ്ടാക്കി, അലോയ് വെച്ചിട്ട് 58 108 പറയുന്നുണ്ട്, 2 വേർഷനിലുണ്ട്, അത്രയും പാലം ക്രോസ് ചെയ്തു കുറേ അയൺ ബ്രിഡ്ജസ് ഉണ്ടാക്കി. ഈവൻ ഭൂട്ടാനിലെ അയൺമാൻ എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വേറൊരു പേര്. ഇദ്ദേഹം ഉണ്ടാക്കിയ 8 പാലങ്ങൾ, അയൺ ബ്രിഡ്ജസിൽ 8 ഭൂട്ടാനിലുള്ളത്. അത് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, പിൽഗ്രിംസിന് അക്കരെ കടക്കാൻ, നേപ്പാളിൽ നിന്നും ടിബറ്റിൽ നിന്നും ആ മലകളിലോട്ടൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി ആ റിവറിന് അക്കരെയായിട്ട് പണിത് വെച്ചിരുന്നു. പക്ഷെ ഇതുണ്ടാക്കാനുള്ള ഫണ്ട് വേണ്ടേ? അപ്പോൾ അതിനു വേണ്ടി ഓരോ ഗ്രാമങ്ങളിൽ പോയിട്ട് ഓരോ സ്വിങ്ങിങ് ട്രൂപ്പ് ഉണ്ടാക്കി. അപ്പോൾ ടിബറ്റിലെ അതിൻ്റെയും പിതാവ് ഇദ്ദേഹം തന്നെ, ഈ അവധൂതൻ തന്നെയാണ് താങ് തോങ് ഗെൽപോ. അങ്ങനെ ആ 8 ബ്രിഡ്ജസ് ഉണ്ട് ഭൂട്ടാനിൽ ആകെ ഉണ്ടായിരുന്നു. അതിൽ 6 നശിച്ചു, 2 ഉണ്ട്. ഒരെണ്ണം പാറോയിലും, പാറോ ചൂ എന്ന് പറഞ്ഞാൽ പാറോ റിവറിന് മേലെയും,
ഒരെണ്ണം ഈസ്റ്റേൺ ഭൂട്ടാനിലാണ്. ഈ പാറോച്ചൂല് ഞങ്ങൾ അത് പോയി. അതിപ്പോഴും നിൽക്കുന്നുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഗവൺമെൻറ് കുറച്ചും കൂടെ റീൻഫോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ബ്രിഡ്ജ് 600 വർഷം മുന്നേ പണിത് ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. അതുപോലെ തന്നെ 600 വർഷം പഴയ ഒരു ഹോട്ടലിൽ ഞങ്ങൾ പോയി. അത് ശരിക്കും ഒരു ഹോട്ടലായിരുന്നില്ല, പണ്ടുണ്ടായിരുന്ന ഒരാളുടെ വീടായിരുന്നു. അത് മഡാണ്, ശരിക്കും മണ്ണും കല്ലും വെച്ച് പണിത് ഒരു 2-3 നിലയുണ്ട്. ഒരു ബേസ്മെന്റ്, ഒരു ഹോള്, അതിൻ്റെ മേലെ ഒരു അറ്റിക്കുണ്ട്. ഈ 3 നിലയുള്ള 600 വർഷമുള്ള ബിൽഡിംഗ് അവർ റിനോവേറ്റ് ചെയ്ത് ഹോട്ടലാക്കി. പിന്നെ ഞങ്ങൾ അവരുടെ ട്രഡീഷണൽ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു. അവർ കൂടുതലും തിക്ക് നൂഡിൽസാണ് കഴിക്കാറ്. പിന്നെ നമ്മളെ അപേക്ഷിച്ച് അത്രയും വേവിക്കത്തില്ല, നമ്മൾ ഇച്ചിരിയും കൂടെ വേവിച്ച് സോഫ്റ്റ് ആക്കിയിട്ടൊക്കെയാണ് കഴിക്കാറ്. അവർ അങ്ങനെ കഴിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭൂട്ടാനിൽ ഇറങ്ങി. ഭൂട്ടാന് ശേഷം ഞങ്ങൾക്ക് അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ജൽദാപാറ നാഷണൽ പാർക്കുണ്ട്. ഞങ്ങൾ പൊതുവെ ഹോട്ടൽ അല്ലാതെ ഏതെങ്കിലും വ്യത്യസ്തമായ സ്ഥലത്ത് നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കാറുണ്ട്. അപ്പം അങ്കിളിന് അത് വളരെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ചോദിച്ചു, അങ്കിളെ കാട്ടിപ്പോയി താമസിച്ചാലോ? ഒരു സ്ഥലമുണ്ട്, പക്ഷെ വലിയ ലുക്കോ സെറ്റപ്പോ ഇല്ല, ഓക്കെ ആണോ? ആ ഓക്കെ, നീ എടുത്തോളം പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലം എടുത്തു. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, നിങ്ങൾ എത്ര മണിക്ക് എത്തും, ഏകദേശം എപ്പോൾ എത്തും? അപ്പോൾ ഞങ്ങൾ ഇത്രയൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ പിന്നെയാണ് മനസ്സിലായത്, അവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നമ്മൾ പറയണം ഇവിടെ ബുക്കിംഗ് എടുത്തിട്ടുണ്ട്, നിങ്ങൾ പോവാണ്. കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ ആന ഇറങ്ങും, അവർ കാട്ടാന ഇറങ്ങുന്ന സ്ഥലം. അതുകൊണ്ടാണ് ഇവർ വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏർമാടം മാതിരിയല്ല, ഒരു ഷെഡ് പോലത്തൊരു ബിൽഡിംഗ്, പക്ഷെ അതിൻ്റെ മുകളിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ പാടമാണ്. അപ്പം അവർ പറയും രാത്രി എന്ത് ശബ്ദം കേട്ടാലും ഇറങ്ങില്ല, വേറൊരു കുഴപ്പമില്ല. ഞങ്ങൾ നിന്ന ദിവസം രാത്രി ആ പുറകില് നെല്ല് കിളിച്ചു വരുന്ന സമയമായത് കാരണം അത് തിന്നാൻ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ട്. ഒരു 11 ആന ഇറങ്ങി അന്ന് രാത്രി. അവർ ടോർച്ച് അടിക്കലും പടക്കം പൊട്ടിക്കലും ബഹളം ആനയെ പേടിച്ചോടിപ്പി. അപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ വേറെ വ്യത്യസ്ത എക്സ്പീരിയൻസാണ്. അത് കഴിഞ്ഞ് രാവിലെ എണീറ്റപ്പം ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, നിങ്ങളുടെ യാത്രയെക്കുറിച്ച് ഞാൻ കേട്ടു, നിങ്ങളിങ്ങനെ യാത്ര ചെയ്യുകയാണോ? എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യമുണ്ട്. ഇവിടെ ടോട്ടോ ട്രൈബ് എന്ന് പറഞ്ഞൊരു ട്രൈബുണ്ട്. അതായത് ടിബറ്റൻ മംഗ്ലോയിഡ്സ് വർഷങ്ങൾക്ക് മുമ്പ് മൈഗ്രേറ്റ് ചെയ്ത് ഇന്ത്യയിൽ വന്നിട്ട് 800 വർഷം മുന്നത്തെ ഹിസ്റ്ററി അവർക്കുള്ളത്. അവരിവിടെ വന്നിട്ട് എനിക്ക് ഏകദേശം ഒരു 350 വീട് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിൽ ഒരാൾ 10th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിട്ട് അദ്ദേഹം ഇവരുടെ ട്രൈബിൻ്റെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു. ഞങ്ങൾ പോകുന്നതിന് കുറച്ച് മാസം മുന്നേ നമ്മുടെ രാഷ്ട്രപതിയുടെ നിന്ന് പത്മ അവാർഡ് വാങ്ങിയ ആളാണ്. നിങ്ങൾ അവിടെ പോയി അദ്ദേഹത്തിനെ കണ്ടാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ശരി, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് പോകണമെങ്കിൽ നമ്മുടെ കാറിൽ പോകാനും പറ്റില്ല, പകുതി ദൂരെ പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ശാന്ത റിവർ കിടക്കണം, അപ്പം ഞാൻ ജീപ്പ് വിളിക്കാന്നൊക്കെ പറഞ്ഞു. റിവർ കിടക്കാന്ന് പറയുകയാണെങ്കിൽ അവിടെ നദിയൊന്നുമില്ല. നദി ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് നദിയില്ല, ഫുള്ള് കല്ലാണ്. ഈ കല്ലിൻ്റെ മുകളിൽ കൂടെ ഓടിച്ചു പോകണം. അങ്ങനെയാണ് അക്കരെ പോവാം. ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി, ഇതിൽ കയറി അക്കരെ പോയി. അക്കരെ പോകുമ്പം ഈ ടോട്ടോ ട്രൈബിൻ്റെ ആളെ കാണാം. അദ്ദേഹത്തിൻ്റെ പേര് ധനിറാം ടോട്ടോ എന്നാണ്. ഞാൻ ജീവിതത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പത്മ അവാർഡിനെ ഇങ്ങനെ കണ്ട് സംസാരിക്കുന്നത് വേറെ നാട്ടിലെ. അപ്പോൾ അദ്ദേഹം ഒരു ട്രൈബൽ കോളനി പോലത്തെ ഒരു ഏരിയയാണ്. ഇതൊരു പ്രൊട്ടക്റ്റഡ് ട്രൈബ്സ് ആണ് ഇവർ. ഇതിനകത്ത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. അദ്ദേഹം പോയി ഒരു സഞ്ചി എടുത്തുകൊണ്ട് വരുന്നു. സഞ്ചിക്കകത്തുനിന്ന് പത്മ അവാർഡിൻ്റെ അവരുടെ ഡോക്യുമെൻറ്റും മെഡലും എല്ലാം ഉണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ഭയങ്കര രസമാണ്. ഒരു ബാഗിൽ പോയി ആ ഒരു സഞ്ചിന്ന് എടുത്തുകൊണ്ട് വരിക പത്മ അവാർഡ്. അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ ഉപയോഗിച്ച ട്രഡീഷണൽ ആയിട്ടുള്ള 400 വർഷം പഴയ കൈമാറി കിട്ടിയ അമ്മുമ്മയുടെ വളകൾ, അങ്ങനെ കുറേ ആൻറ്റീക് സാധനങ്ങൾ, ഒരു 100 വർഷം പഴയ തണുപ്പത്ത് പുതയ്ക്കുന്ന പുതപ്പ്, പിന്നെ അതൊരു മ്യൂസിയം ആക്കണം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ നല്ല കുറേ മെമ്മറീസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഇനി ഞങ്ങളത് ബംഗ്ലാദേശാണ്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞങ്ങളുടെ ഈ ഹോട്ടൽ ഉടമസ്ഥൻ പറഞ്ഞു വേറൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ചോദിച്ചു ഇത് മെയിൻ റോഡാണോ അതോ ചെറിയ വില്ലേജ് റോഡാണോ? അപ്പോൾ പറഞ്ഞു വില്ലേജ് റോഡാണ്. ഞങ്ങൾക്ക് അത് തന്നെയാണ് താല്പര്യം, എതിലേ പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ചാംഗ്ര ബന്ദ ബോർഡർ എന്ന് പറഞ്ഞൊരു ബോർഡർ ഉണ്ട്, നിങ്ങൾ അതിലെ വഴി ബംഗ്ലാദേശിൽ കയറുന്നത് എളുപ്പമാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് എക്സിറ്റ് പോവാണ് 3ാമത്തെ ചാംഗ്ര ബന്ദർ ബോർഡറിൽ. അപ്പോൾ അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഏകദേശം വൈകുന്നേരമായി.
അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ ബംഗ്ലാദേശ് ബോർഡർ ബുരിമാരി എന്നും കൂടെ, അവിടുത്തെ ലോക്കൽ പേര് ബുരിമാരി ബോർഡർ. ഞങ്ങൾ പോകുന്നതിന് മുന്നേ അന്വേഷിച്ചു. കസ്റ്റംസിൽ ഞങ്ങൾ കാർനെ പാസ് വെച്ചാണ് പോകുന്നത്. അവിടെ ബംഗ്ലാദേശിൽ പോയിട്ടുള്ള ഫസ്റ്റ് ടൈം പോവാണ്. ബിക്കോസ് ഈ കാർനെ പാസിൻ്റെ ബാക്ക് സൈഡിൽ എല്ലാ രാജ്യങ്ങളിലും ലിസ്റ്റുണ്ട്, ഏതൊക്കെ രാജ്യത്തുണ്ടെന്ന്. അപ്പോൾ അതിൽ ഏഷ്യയിൽ ഫസ്റ്റ് എഴുതിയിരിക്കുന്ന ആൽഫബറ്റിക്കലി ബംഗ്ലാദേശാണ്. അപ്പോൾ ബംഗ്ലാദേശിൽ ഇത് വാലിഡ് ആണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പം ഞങ്ങൾ ബോർഡർ ക്രോസ് ചെയ്യണം. അപ്പം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അരമണിക്കൂർ ടൈം ഡിഫറൻസ് ഉണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് 5:30 ആണ്, അവിടെ 6 ആണ്. ഞങ്ങൾ പോയി ഒരു 5 മിനിറ്റിനുള്ളിൽ ഇത് ശരിക്കുള്ള ബോർഡറായിട്ട് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത് ഒരു മുളവടി തന്നെയാണ്. ഒരു മുളവടി വന്ന് വീഴും, അപ്പം ബോർഡർ ക്ലോസ് ആയി, അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ബോർഡർ ക്രോസ് ചെയ്തു. അവിടുത്തെ കസ്റ്റംസ് ഓഫീസറെ കാണിച്ചു, കാർ ഓടിച്ച് വരികയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളിക്കാരൻ ഒരു ജൂനിയർ ലെവൽ ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. വെൽക്കം, സിറ്റ് ഡൗൺ എന്നൊക്കെ പറഞ്ഞ് പുള്ളി എഴുതാൻ നേരത്ത് വിളിച്ചു, സീനിയറിനെ വിളിച്ചു. ഈ പേപ്പർ വർക്ക് കണ്ടിട്ടില്ല, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ. ഈ സീനിയറിനെ വിളിച്ചപ്പോൾ സീനിയറിന് അവരെ കയറ്റാൻ പാടില്ല. പുള്ളി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചു. ഇതിൽ പേപ്പർ ഇൻ ബംഗ്ലാദേശ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, എല്ലാം സംസാരിക്കണം, പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അവസാനം പുള്ളി പറഞ്ഞു, നിങ്ങൾക്ക് കാറ് കയറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് വാലിഡ് വിസ ഉള്ളതുകൊണ്ട് ബംഗ്ലാദേശിൽ പോയാൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്നാൽ ശരി, ഞങ്ങൾ ഇന്ത്യയിലോട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ രസം വരുന്നത്. ഞങ്ങൾ തിരിച്ച് നടക്കുമ്പോൾ ഇന്ത്യയിലെ പട്ടാൾക്കാർ വെച്ച് എങ്ങോട്ടാ, ഞങ്ങൾ ഇന്ത്യ വരുക, അങ്ങനെ വരാൻ പറ്റൂല, ഈ ബോർഡർ ക്ലോസ് ചെയ്തു, ഇനി നിങ്ങൾ നാളെ വന്നാൽ മതി, നാളെ വെളുപ്പിന് 6 മണിക്ക് ബോർഡർ തുറക്കും, അല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല. പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങോട്ടും വരാൻ പറ്റൂല. അപ്പം ശരിക്കും ഞങ്ങൾ സ്ട്രാൻഡഡായി, അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, വണ്ടി എടുക്കാൻ പറ്റൂല. എന്നിട്ട് അവർ പറയാം നിങ്ങൾക്ക് എന്ത് വേണം. ബംഗ്ലാദേശിലെ ആളുകൾ പറഞ്ഞു നിങ്ങൾക്ക് വിസ ഉണ്ട്, നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം. പക്ഷെ ഇതിങ്ങനെ സംസാരിച്ച് ഒത്തിരി ഡിലേ ആയി. ഒരു 9 മണിയായി, 6:30 9 മണിയായപ്പോഴാണ് പറഞ്ഞത് ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്താലും വണ്ടി അലോ ചെയ്യാൻ പറ്റൂല, ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ സത്യപോൾജിയുടെ കെയർ ഓഫിൽ ഞങ്ങൾക്ക് 2 ബംഗ്ലാദേശി നമ്പറും തന്നിരുന്നു. ഒരാൾ അവിടുത്തെ സുപ്രീം കോർട്ട് ലോയറും ഒരാൾ അവിടുത്തെ ഢാക്ക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും. അപ്പം ഞങ്ങൾ വിചാരിച്ചു ലോയർ അല്ലേ, അദ്ദേഹത്തിനെ വിളിച്ച് ചോദിക്കാം എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ വരുന്നത്. ബിക്കോസ് ലീഗലി ഞങ്ങളുടെ എല്ലാ പേപ്പറും ഉണ്ട്. ആൻഡ് വരുന്നതിന് മുന്നേ ഹൈ കമ്മീഷൻ ഓഫ് ബംഗ്ലാദേശിൽ പോയി ഞങ്ങളത് ഇൻഫോം ചെയ്തിട്ടോ വരുന്നത്. അപ്പം ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി എന്തെന്ന് വെച്ചാൽ അത് ഇച്ചിരി പ്രായമുള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ഒരു കസ്റ്റംസ് ഓഫീസറുണ്ട്, ഞാൻ വിളിച്ച് സംസാരിക്കട്ടെ എന്ന് ചോദിച്ചു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ ആ ബോർഡർ നിൽക്കുമ്പം കസ്റ്റംസ് ഓഫീസറിൻ്റെ സീനിയർ ഞങ്ങളെ ബ്ലോക്ക് ചെയ്തപ്പം വേറൊരു കസ്റ്റംസ് ഓഫീസർ വിളിച്ച് അന്വേഷിച്ചപ്പം ആ സീനിയർ കസ്റ്റംസ് ഓഫീസറിന് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വിടണ്ടെന്നുള്ള തീരുമാനത്തിൽ പുള്ളി അങ്ങ് കുറച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ലീഗലി ആണോ എന്താണ് ഞങ്ങളുടെ അടുത്ത കോഴ്സ് ഓഫ് ആക്ഷൻ എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ആ ഫോണിൻ്റെ അപ്പുറത്ത് നിന്ന് അദ്ദേഹം പറയാണ് ഐ വിൽ പ്രേ ഫോർ യു എന്ന് ചോദിച്ചേ. ഇതാണോ ഞങ്ങളുടെ റെസ്പോൺസ്? ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, സ്റ്റാൻഡേർഡായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി. ഈ ജൂനിയർ ലെവൽ ഓഫീസർ നല്ലൊരു മനുഷ്യനാണ്. അയാൾ വേറെ 2 ഓഫീസറിനെയും വിളിച്ചു വന്നു. അവസാനം പറഞ്ഞു വാ നമ്മുടെ കൂടെ വാ, നമ്മളിവിടെ അടുത്തൊരു ഹോട്ടലിൽ നിങ്ങൾ താമസിക്കാൻ തൽക്കാലം ഒന്ന് സെറ്റ് ചെയ്യാനുള്ള കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളന്ന് അവിടെ ഒരു ദിവസം കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം ഈ ഓഫീസർ വരുവാണ്, പേപ്പറും ഡോക്യുമെൻ്റൊക്കെ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു നമ്മളിവിടെ സൈൻ ചെയ്യണമെന്ന് ചോദിച്ചു. ഇതെന്താ ഡോക്യുമെൻ്റ്, ഞാൻ എന്താ ഈ സൈൻ ചെയ്യുന്നത്? അപ്പോൾ ഇത് നോക്ക്, ഇതിന് മുന്നത്തെ ആളുകളൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞു. ബാക്കിലെ പേജൊക്കെ കാണിച്ചു തന്നു. അവൻ പറഞ്ഞു പക്ഷേ ഞാൻ എന്തുവാ സൈൻ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, എന്തായാലും ആവട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ സൈൻ ചെയ്തു. ഞങ്ങളുടെ കാർ പറഞ്ഞു ഓക്കെ ഒഫീഷ്യലി നിങ്ങളുടെ വണ്ടി സീസ് ചെയ്തു, ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എനിക്ക് മനസ്സിലായത് വിളിച്ച ആൾ മാറിപ്പോയി. വക്കീലാന്ന് പറഞ്ഞ് വിളിച്ചത് പ്രൊഫസറിനെ. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത്. എന്തായാലും ഇവിടം വരെ നടന്നില്ലേ, ഇവിടം വരെ വന്നു, നമുക്ക് ധാക്കയിൽ പോവാം. ഞങ്ങൾ കസ്റ്റംസ് ഓഫീസിൽ തന്നെ വണ്ടി ഇട്ടിട്ട് അവിടെ നിന്നൊരു റെഗുലർ ബസ് എടുത്ത് ഞങ്ങൾ നേരെ ധാക്കയിൽ പോയി. ധാക്കയിലെത്തിയപ്പോൾ ഈ പ്രൊഫസർ ഞങ്ങളെ വന്ന് മീറ്റ് ചെയ്തു. ഈ പ്രൊഫസറിൻ്റെ ഒരു സ്റ്റുഡൻറ്റും അവർ ഞങ്ങളെ നേരെ കൊണ്ടുപോയി അവിടുത്തെ ഒരു ടീച്ചിങ് അക്കാഡമിയിലെ ഹോസ്റ്റലിൽ അവിടുത്തെ ഒരു ക്യാമ്പസിൽ നിർത്തി. പക്ഷേ ഞങ്ങൾ പിന്നീടാണ് മനസ്സിലാക്കിയത് ഞങ്ങൾ വണ്ടി സീസ് ചെയ്ത് എന്തുമാത്രം നന്നായിരുന്നു. കാരണം ഒന്ന്, അവിടുത്തെ പ്രൈവറ്റ് ബസ് എടുക്കുകയാണെങ്കിൽ സിറ്റിയിലോടുന്ന ബസ് 4 സൈഡ് ഒരച്ചിട്ടേക്കുക, കംപ്ലീറ്റ് ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞു പോകും. അത് അവരുടെ ഒരു രീതി മാതിരി. പിന്നെ അവിടെ വളരെ മോഷണം ഒക്കെ വളരെ സർവ്വസാധാരണമാണ്. കാരണം ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞ ഒരു ജയിൽ മാതിരിയാണ്. 4 സൈഡും അടച്ചിട്ട് നമ്മൾ കയറി ലോക്ക് ചെയ്യണം, എന്നാലേ ഓട്ടോറിക്ഷ ഓടുള്ളൂ. ഞങ്ങൾ നിൽക്കുന്ന ക്യാമ്പസ് സെക്യൂരിറ്റി പുറത്തുണ്ട്, അകത്ത് CCTV ഉണ്ട്. ഈ CCTV എടുത്തോണ്ട് പോകാതിരിക്കാൻ അതിനും ഒരു സിസ്റ്റമായിട്ട് ചങ്ങല പോലെ ഒരു നെറ്റൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രൊഫസർ
ഞങ്ങളൊരു പ്ലാനറ്റോറിയം പോലത്തെ ഒരു മ്യൂസിയത്തിൽ കൊണ്ടുപോവാണ്. അവിടെ അവരുടെ ബംഗ്ലാദേശിൻ്റെ ഫൗണ്ടിങ് ഫാദറായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ ഹിസ്റ്ററി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതം, ആ ഫുൾ സ്റ്റോറി കാണിക്കുന്നുണ്ട്. അവിടെ അത് ഫുള്ള് നടത്തുന്ന ഒരു സീനിയർ ഓഫീസർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇദ്ദേഹത്തിനെ മീറ്റ് ചെയ്യണം, ഇദ്ദേഹം കസ്റ്റംസ് ഓഫീസറിൽ തന്നെ വളരെ സീനിയർ പൊസിഷൻ ഹാൻഡിൽ ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോകും. എന്നിട്ട് ഞങ്ങൾ പറയാം, കാരണം ശരിക്കും ഞങ്ങൾ ഈ ഓരോ രാജ്യത്ത് പോകുമ്പം അവരുടെ രീതികളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ബംഗ്ലാദേശിൽ ശരിക്കും ഞങ്ങൾ അഭയാർത്ഥികളാണ്, ഞങ്ങൾ റെഫ്യൂജീസിനെ പോലെ ഉള്ളതും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഒന്നുമില്ല, അങ്ങനെ നടക്കുക. അപ്പോൾ ഞങ്ങളുടെ സിറ്റുവേഷൻ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പം അദ്ദേഹം ഭയങ്കര ദേഷ്യപ്പെട്ടു. നിങ്ങളോട് ചെയ്ത വളരെ മോശമായ കാര്യമാണ്, നിങ്ങളൊരു നല്ല ഉദ്ദേശത്തിൽ വന്നിട്ട് ഞങ്ങളുടെ രാജ്യം നിങ്ങളോട് ചെയ്ത വളരെ തെറ്റായ ഒരു കാര്യമാണ്. അതുകൂടാതെ കാർണെ പാസിനെ കുറിച്ച് അദ്ദേഹത്തിന് വളരെ നല്ല അറിവുണ്ട്. ബിക്കോസ് ഈ കസ്റ്റംസ് കമ്മീഷണറിന് മാതിരിത്തെ ഒരു പൊസിഷനിലിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിങ്ങനെയല്ല ചെയ്തത്, ഞാനിത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേ മട്ടൻ ബിരിയാണി വാങ്ങി തന്നു. ഇത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ ടേബിളിൽ എടുത്ത് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്രാവശ്യം നിങ്ങളുടെ ഇങ്ങനെ ചെയ്തതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഫോൺ ചെയ്തു. ഞങ്ങൾ ധാക്കയിലോട്ട് പൊക്കോണ്ടിരിക്കുന്ന ടൈമിൽ ജൂനിയർ ഓഫീസിൻ്റെ ഒരു കോൾ വന്നു. തിരിച്ച് അദ്ദേഹത്തിൻ്റെ സീനിയറിനെ കണ്ടിട്ടേ ഞങ്ങൾ വിടാവുള്ളൂ. ബേസിക്കലി കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവാൻ പോവുമായിരുന്നു സിറ്റുവേഷൻ. പക്ഷെ ഞങ്ങൾ ഈ പ്ലാനറ്റോറിയത്തിൽ വന്ന് ഇദ്ദേഹത്തിനെ കണ്ടത് കാരണം അദ്ദേഹം പറഞ്ഞു, ഇവർ തിരിച്ചു വന്നാൽ യാതൊരുവിധ കഷ്ടപ്പാടും ഇല്ലാതെ നേരെ സോൾവ് ആക്കി കൊടുക്കണം, അവരെ കാർ ഉടനെ റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ബോർഡറിലെത്തിയപ്പോൾ ആ സാറ് പറഞ്ഞു, ഈ ജൂനിയർ ഓഫീസർ പറഞ്ഞു, അള്ളാഹ് നിങ്ങളുടെ കൂടെയുണ്ട്, അള്ളാഹു രക്ഷിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും പെട്ടേനെ. എൻ്റെ സീനിയർ നിങ്ങൾക്ക് നല്ലപോലെ ഒരു കഷ്ടപ്പെടുത്തൊരു പണി തരാൻ തന്നെ ഇരുന്നതാ. നിങ്ങൾ ധാക്കയിൽ പോയി അതിലും വലിയ സീനിയറിനെ കണ്ടുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാ, അല്ലെങ്കിൽ നിങ്ങൾ കുടുക്കിലായനെ, ശരിക്കും കുടുക്കിലായനെ. പക്ഷെ നമ്മുടെ സൈഡിൽ തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾ സത്യം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എന്തൊക്കെ കഷ്ടപ്പെട്ടാലും ഇതെല്ലാം നടക്കും. ആൻഡ് ഏറ്റവും സേഫസ്റ്റ് സ്ഥലത്ത് തന്നെയാണ് ഞങ്ങളുടെ വണ്ടി സെക്യൂർ ആയിട്ടിരുന്നത്. ഞങ്ങൾ തിരിച്ചു വന്നു, ഞങ്ങൾ ക്രോസ് ചെയ്ത് ഇന്ത്യയിലോട്ട് കയറി. ഇത്രയും സന്തോഷം ഇന്ത്യയിൽ വന്നിട്ട് വരും പറ്റും എന്ന് പറഞ്ഞിട്ട് എന്തൊരു സന്തോഷമായിരുന്നു. ആ ബംഗ്ലാദേശിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഫീലിംഗ് ആയിരുന്നു. ആ ഇന്ത്യ, വെൽക്കം ടു ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ എന്തൊരു ആനന്ദമാണെന്നറിയാം. അതിനുശേഷം ഞങ്ങൾ കൽക്കട്ടയിൽ പോയി. കാരണം മ്യാൻമാർ വഴി വണ്ടി ക്രോസ് ചെയ്ത് പോകാൻ പറ്റൂല, അപ്പം ബൈ റോഡ് പോകാൻ പറ്റില്ല. ഞങ്ങളിത് നേരത്തെ അന്വേഷിച്ചിരുന്നു. മ്യാൻമാർ എംബസിനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ബോർഡർ നമുക്ക് മോറേ എന്ന് പറഞ്ഞൊരു ബോർഡറാണ് മണിപ്പൂരിന്. അത് ഞങ്ങൾ കോവിഡ് ടൈമിൽ പോയിട്ടുള്ളത് ആ സ്ഥലത്ത്. അപ്പോൾ പറഞ്ഞത് ഉടനെ ഒന്നും തുറക്കില്ല, ബൈ റോഡ് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. സോ ഞങ്ങൾക്ക് മലേഷ്യയിലേക്ക് കാർ ഷിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ കൊൽക്കട്ടയിൽ പോയി. കൽക്കട്ടയിൽ പോയപ്പം ഷിപ്പിങ്ങിൻ്റെ പേപ്പർ വർക്ക് തുടങ്ങിയപ്പോഴാണ് അടുത്ത പ്രോബ്ലം മനസ്സിലായത്. ഞങ്ങൾ നേപ്പാളിൽ കാറിൻ്റെ പാസ്പോർട്ടിൽ എൻട്രി മാർക്ക് ചെയ്തിരുന്നു, പക്ഷേ അത് ഫ്രണ്ട്ലി ബോർഡർ ആയതുകൊണ്ട് എക്സിറ്റ് ഇല്ലെന്ന് മാത്രമല്ല, ഞാൻ ആ സമയത്ത് അവരോട് ചോദിച്ചു. അപ്പോൾ അവിടെ ഇരുന്ന ഓഫീസർ ആ പൊക്കോ എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ആളുകളും ഒന്നും നോക്കിയില്ല. പക്ഷെ അവർ പറഞ്ഞു, ടെക്നിക്കലി വണ്ടി ഇപ്പോൾ പേപ്പർ വെച്ചിട്ട് നേപ്പാളിലാണ്, എക്സിറ്റ് കിട്ടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ കസ്റ്റംസ് കമ്മീഷണർ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ലെറ്റർ എഴുതി, പിന്നെ ടോൾ റെസീറ്റ് കാണിച്ചു, ഫാസ്ടാഗിൻ്റെ, അങ്ങനെ എല്ലാം വെച്ച് പ്രൂഫോടെ ഞങ്ങൾ ഇങ്ങനെ ഒരു ജെനുവിൻ മിസ്റ്റേക്കാണ്, ഞങ്ങൾക്കും അറിഞ്ഞുകൂടായിരുന്നു, ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർക്കും അറിഞ്ഞുകൂടായിരുന്നു മനസ്സിലായപ്പം അവരത് സോൾവ് ചെയ്ത് ഞങ്ങളുടെ ക്ലിയറൻസ് ചെയ്തു തന്നു. പക്ഷേ ഇതും ഒരു ലേണിംഗ് ആയിരുന്നു. കാരണം നമുക്കറിയാത്ത എന്തൊക്കെയോ, ഞങ്ങളും ആദ്യമായിട്ടാണ് കാർണെ പാസ് വെച്ച് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പുതിയതായിട്ടൊരു കാര്യം പഠിച്ചു, എൻട്രി ആയാൽ എന്തായാലും എക്സിറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പ്രശ്നം വരും. അങ്ങനെ എല്ലാം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി നേരെ മലേഷ്യയിലോട്ട് അയച്ചു. എന്നിട്ട് ഞങ്ങൾ ഇന്തോനേഷ്യയിൽ പോയി. ബിക്കോസ് ഇന്തോനേഷ്യ ഒരു 10,000-17,000 ഐലൻഡാണ്. വണ്ടി ഷിപ്പ് ചെയ്യുന്നത് ഭയങ്കര എക്സ്പെൻസീവായൊരു കാര്യം കാരണം ഞങ്ങൾ ഏറ്റവും നിയറസ്റ്റ് കോസ്റ്റായ മലേഷ്യയിലോട്ട് ഷിപ്പ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഇന്തോനേഷ്യയിൽ പോയി. ആദ്യം ഞങ്ങൾ ചെല്ലുന്നത് ജക്കാർത്തയിലാണ്. സോ ജക്കാർത്ത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസും ഇന്തോനേഷ്യൻ 2 ദിവസം വ്യത്യാസമുള്ളൂ. നമ്മൾ ഓഗസ്റ്റ് 15th ആണെങ്കിൽ അവർ ഓഗസ്റ്റ് 17th. അപ്പോൾ അവിടെ ലാസ്റ്റ് ഇൻഡിപെൻഡൻസ് നടക്കും. ബിക്കോസ് ഇവർ ഇന്തോനേഷ്യൻ ക്യാപിറ്റൽ ജക്കാർത്തയിൽ നിന്ന് മാറി കാലിമന്താൻ ഐലൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഭയങ്കര ഗംഭീരമായ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കും ആ സമയത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ. ഈ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഭാഗമായിട്ട് കുറേ ആളുകൾ ഡ്രസ്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലേഡി ഒരു വലിയൊരു കറുത്ത സാധനമൊക്കെ ഇങ്ങനെ തലയിൽ വെച്ച് പോവുക. അപ്പോൾ ഞാൻ എന്തായിരിക്കും എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു, പോയി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇവരിങ്ങനെയാണ് പറയുന്നത്, ഐ എം എ മുസ്ലിം ബട്ട് ഐ എം ഡൂയിങ് മഹാഭാരത. എന്ന് ചോദിച്ചാൽ കൊള്ളാലോ. അപ്പോൾ ഹൂ ആർ യു എന്ന് ചോദിച്ചു. മഹാഭാരതയിൽ എന്താണ്? ഐ എം കാറ്റോ കാച്ച.
അതാരാ? ഞങ്ങൾക്ക് അറിയത്തില്ല. അവർ ഖഡോൽ ഖജനെ ഉദ്ദേശിച്ചത്. ഖഡോൽ ഖജന്റെ ഒരു പ്രത്യേകതരം ഹെഡ് ഡ്രസ് പോലെ ഒരു വലിയ കറുത്ത സാധനമൊക്കെ വെച്ച് അവരങ്ങ് പോവാണ്. അവർ സമയമായി. അവർ വളരെ റെസ്പെക്ട്ഫുൾ ആണ്. എല്ലാം സംസാരിക്കുക, തൊഴുക. ഇന്തോനേഷ്യയിൽ ഏറ്റവും വലിയ ഒരു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചിരിച്ചോണ്ടേ സംസാരിക്കും. ഇപ്പോൾ വഴി ചോദിച്ചു, വഴി അറിഞ്ഞൂടെങ്കിൽ ചിരിക്കുക, എന്തെങ്കിലും അബദ്ധം പറ്റി ചിരിക്കുക, ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, എന്ത് വെച്ചാലും ചിരിയോട് ചിരിയാണ്. നല്ല നല്ല സന്തോഷമുള്ള ആളുകൾ.